ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 16 ബോറോയിങ് കോസ്റ്റ് നോക്കാം. ബോറോയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇൻട്രസ്റ്റും അതുപോലെ തന്നെയുള്ള മറ്റു കോസ്റ്റുകളും വരും. എന്തിനാണ്? ഇൻക്വയർഡ് ബൈ ആൻ എന്റർപ്രൈസ് ഇൻ കണക്ഷൻ വിത്ത് ദ ബോറോയിങ് ഓഫ് ഫണ്ട് ബോറോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ഒരു എന്റർപ്രൈസിന് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ മറ്റു കോസ്റ്റുകളും വരും. അതിനെയാണ് ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് പഠിക്കാനുള്ള എന്താണ് ഒരു ക്വാളിഫയിങ് അസറ്റ് എന്നാണ്. ഒരു ക്വാളിഫയിങ് അസറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ റെഡി ടു യൂസ് ആവാൻ എന്ത് ചെയ്യും? കുറച്ച് ടൈം എടുക്കും. കുറച്ച് ടൈം എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു സെയിൽ ചെയ്യാനുള്ള ഫോമിലേക്ക് ആവത്തുള്ളൂ. നമുക്ക് ഇമ്മീഡിയറ്റ്ലി യൂസബിൾ അല്ലെങ്കിൽ ഒരു സെയിലബിൾ കണ്ടീഷൻ അല്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മളൊരു ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിഫയിങ് അസറ്റ്സിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ദ സ്റ്റാൻഡേർഡ് ഈസ് അപ്ലൈഡ് ഇൻ അക്കൗണ്ടിങ് ഫോർ ബോറോയിങ് കോസ്റ്റ് വിച്ച് ഇൻക്ലൂഡ് ഏതൊക്കെ ബോറോയിങ് കോസ്റ്റ് ആണ് ഈ സ്റ്റാൻഡേർഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെന്റ് ചാർജസ് ഓൺ ബാങ്ക് ബോറോയിങ്. ഓക്കെ, ബാങ്ക് ബോറോയിങ്ങിലുള്ള ഇൻട്രസ്റ്റ്, കമ്മിറ്റ്മെന്റ് ചാർജസ്, മറ്റു ഷോർട്ട് ടേം ബോറോയിങ്സ്. ദെൻ അമോർട്ടൈസേഷൻ ഓഫ് ഡിസ്കൗണ്ട്, ബോറോയിങ്സിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീമിയം. ഇനി ആൻസിലറി കോസ്റ്റ്, അമോർട്ടൈസേഷൻ ഓഫ് ആൻസിലറി കോസ്റ്റ്, പിന്നെ അസറ്റ്സിലുള്ള ഫിനാൻസ് ചാർജസ്. ദെൻ എക്സ്ചേഞ്ച് ഡിഫറൻസ് ഇൻ ഫോറിൻ കറൻസി ബോറോയിങ് ടു ദ എക്സ്റ്റെന്റ് ഇറ്റ് റിലേറ്റ്സ് ടു ഇൻട്രസ്റ്റ്. ഇപ്പൊ എക്സ്ചേഞ്ച് ഡിഫറൻസ് ഇൻ ഫോറിൻ കറൻസി ആണെങ്കിൽ അത് എയേഴ്സ് നമ്മൾ ഫസ്റ്റ് പഠിച്ച AS 11 പോവും. പക്ഷെ അത് എക്സ്റ്റെൻഡ് ടു ഇൻട്രസ്റ്റിന്റെ എക്സ്റ്റെൻഡ് വരെ ഏതിൽ വരും? AS 16 അഥവാ ബോറോയിങ് കോസ്റ്റിനകത്താണ് വരിക. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ പറഞ്ഞ തന്നെ കാര്യങ്ങളാണ് വീണ്ടും പറയുന്നത്. പിന്നെ കണ്ടീഷൻസ് ഫോർ ക്യാപിറ്റലൈസേഷൻ ഓഫ് ബോറോയിങ് കോസ്റ്റ്. ഡയറക്ട്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ് ഫോർ അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് ക്വാളിഫയിങ് അസറ്റ്സ് ആർ എലിജിബിൾ ഫോർ ക്യാപിറ്റലൈസേഷൻ. ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു അസറ്റുമായിട്ട് നമുക്ക് ഡയറക്ട്ലി നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകൾ, ഡയറക്ട്ലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളാണെങ്കിൽ അവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലാത്ത കോസ്റ്റുകൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പീരീഡിലെ എറൈസ് ചെയ്യുന്ന പീരീഡിലെ തന്നെ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിലേക്ക് കാണിക്കണം. ദെൻ ഇവിടെ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് ഓഫ് ബോറോയിങ് എലിജിബിൾ ഫോർ ക്യാപിറ്റലൈസേഷൻ. ക്യാപിറ്റലൈസേഷന് വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള കോസ്റ്റ് എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. എമൗണ്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ് എലിജിബിൾ ഫോർ ക്യാപിറ്റലൈസേഷൻ ഈസ് ഈക്വൽ ടു ആക്ച്വൽ ബോറോയിങ് കോസ്റ്റ്. ആക്ച്വൽ ബോറോയിങ് കോസ്റ്റിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ആ ഒരു ബോറോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് വല്ല ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കളയാം. ആക്ച്വൽ ബോറോയിങ് കോസ്റ്റ് are during the period less any income generated on the temporary investment. നമ്മൾ ആ പർട്ടിക്കുലർ എമൗണ്ട് ടെമ്പററി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട കമൻസ്മെന്റ് ഓഫ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ബോറോയിങ് കോസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ താഴെ പറയുന്ന 3 കണ്ടീഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒന്നാമത്തെ എന്താണ്? ആക്ടിവിറ്റീസ് വിച്ച് ആർ എസെൻഷ്യൽ ടു പ്രിപ്പയർ ദ അസറ്റ് ഫോർ ഇറ്റ്സ് ഇന്റൻഡഡ് യൂസ് ഷുഡ് ബി ഇൻ പ്രോഗ്രസ്. അതായത് നമുക്ക് ആ ഒരു അസറ്റിനെ കുറച്ച് ടൈം എടുത്താണ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനായിട്ടുള്ള സ്റ്റെപ്സ്, അതിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ടാവണം? സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ബോറോയിങ് കോസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഇൻക്വയറി ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എക്സ്പെൻഡിച്ചർ ഫോർ അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് ദി ക്വാളിഫയിങ് അസറ്റ് ഈസ് ബീങ് ഇൻക്വയർഡ്. അതായത് ആ ഒരു പർട്ടിക്കുലർ അസറ്റിന്റെ അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ, പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഇൻക്വയറി ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ ഡയറക്ട്ലി ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ക്വാളിഫയിങ് അസറ്റ് അല്ലാത്ത കാര്യങ്ങളുടെ കോസ്റ്റിനെ, ഇൻട്രസ്റ്റ് തുടങ്ങിയ സംഭവങ്ങളെ നമ്മൾ എങ്ങോട്ട് ചാർജ് ചെയ്യും? P&L അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ തിയറി പോർഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് നോക്കാം. ബോറോവിംഗ് കോസ്റ്റ് ഷുഡ് എയ്തർ ബി ക്യാപിറ്റലൈസ്ഡ് ഓർ ചാർജ്ഡ് ടു P&L അക്കൗണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദി സിറ്റുവേഷൻ ബട്ട് ഡിഫേർമെന്റ് ഈസ് നോട്ട് പെർമിറ്റഡ്. നമുക്ക് ഒന്നെങ്കിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ P&L അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യാം. ആ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. പക്ഷെ ഡിഫേർമെന്റ് നടത്താനായിട്ട് പാടില്ല. ബോറോയിങ് കോസ്റ്റ് ആർ ക്യാപിറ്റലൈസ്ഡ് ആസ് പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ക്വാളിഫയിങ് അസറ്റ് when it is probable that there will be result in future economic benefits and cost can be measured reliably. നമുക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ കോസ്റ്റ് നമുക്ക് മെഷർ ചെയ്യാനും പറ്റും, വിശ്വസത്തോടെ തന്നെ മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് കോസ്റ്റിലേക്ക് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. മറ്റു ബോറോയിങ് കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? P&L അക്കൗണ്ടിലേക്കാണ് ചാർജ് ചെയ്യുന്നത്. ക്യാപിറ്റലൈസേഷൻ ഓൺ വൺ ഹാൻഡ് റിഫ്ലെക്ട്സ് closely the total investment in the asset and on the other hand to charge the cost to future period against accrual of revenue. ക്യാപിറ്റലൈസ് ചെയ്യുമ്പോൾ വൺ ഹാൻഡിൽ നമ്മൾ ഒരു വശത്ത് നമുക്ക് അത് എന്തെന്ന് പറയാൻ പറ്റും? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി അസറ്റ്സിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യും. അസറ്റിലേക്കുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യും. മറ്റൊരു ഹാൻഡിൽ അത് എന്താ നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്യൂച്ചറിലെ ഈ ഒരു കോസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? ഡെഫിനറ്റ് ആയിട്ടും റവന്യൂ അക്രൂ ചെയ്യും. അതിലേക്ക് നമുക്ക്
കാണിക്കാൻ പറ്റും. ദെൻ നമ്മളോട് എന്താ പറയുന്നത്, നോഷണൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് ആർ നോട്ട് അലൗഡ് ടു ബി ക്യാപിറ്റലൈസ്ഡ്. നമുക്ക് നോഷണൽ ഇൻട്രസ്റ്റ് കോസ്റ്റ് ആണെങ്കിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പാടില്ല. എ ക്വാളിഫയിങ് അസറ്റ് ഇസ് ആൻ അസറ്റ് ദാറ്റ് നെസസറിലി ടേക്സ് എ സബ്സ്റ്റാൻഷ്യൽ പീരീഡ് ഓഫ് ടൈം ഓക്കെ ടു ഗെറ്റ് റെഡി ഫോർ ഇറ്റ്സ് ഇന്റൻഡഡ് യൂസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും നമുക്ക് അതിനെ ഇന്റൻഡഡ് യൂസിന് പറ്റുള്ളൂ. അതിനാണ് ക്വാളിഫയിങ് അസറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റലൈസേഷൻ ഷുഡ് ബി സസ്പെൻഡഡ് ഡ്യൂറിംഗ് എക്സ്റ്റെൻഡഡ് പീരീഡ് ഇൻ വിച്ച് ആക്റ്റീവ് ഡെവലപ്മെന്റ് ഈസ് ഇന്ററപ്റ്റഡ്. നമ്മൾ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് ഇന്ററപ്റ്റ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ക്യാപിറ്റലൈസേഷൻ നമുക്ക് സസ്പെൻഡ് ചെയ്യണം. Capitalization should cease when substantially all the activities necessary to preparing the qualifying asset for its intended use of sale are complete. അതായത് അസറ്റിന്റെ എല്ലാ ആക്ടിവിറ്റീസും സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ക്യാപിറ്റലൈസേഷൻ അവസാനിക്കും. ക്യാപിറ്റലൈസേഷൻ ഓൾസോ സീസസ് വെൻ പാർട്ട് ഈസ് കംപ്ലീറ്റഡ്. പാർട്ട് കംപ്ലീറ്റ് ആയാലും ക്യാപിറ്റലൈസേഷൻ എന്ത് ചെയ്യും, അവസാനിക്കും. വിച്ച് ഈസ് ക്യാപ്പബിൾ ഓഫ് ബീയിങ് യൂസ്ഡ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദ വോൾ. ഓക്കെ, നമുക്ക് ആ പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ അപ്പം തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ അവിടെ വെച്ച് തന്നെ ക്യാപിറ്റലൈസേഷൻ കംപ്ലീറ്റ് ചെയ്യും. നമുക്കിനി ഇലസ്ട്രേഷൻ നോക്കാം. ഡിസ്ക്ലോഷറിൽ വേറെ ഒന്നുമില്ല, അക്കൗണ്ടിംഗ് പോളിസി ഏതാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, എത്രയാണ് എമൗണ്ട് ഓഫ് ബോറോയിങ് കോസ്റ്റ്, ഇത് രണ്ടും ഡിസ്ക്ലോസ് ചെയ്താൽ മതി. ഇനി ഇലസ്ട്രേഷൻ നോക്കാം. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ ക്വാളിഫയിങ് അസറ്റ്സ് ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ആസ് പ്രസന്റഡ് ബൈ എക്സ് ലിമിറ്റഡ്. ഓക്കെ, എ ലിമിറ്റഡിന് 25 ലക്ഷം രൂപയുടെ ഒരു എ ലിമിറ്റഡ് ഇൻക്വയർ 25 lakh ടു കൺസ്ട്രക്ട് എ ഫാക്ടറി പ്രെമിസ് വിച്ച് വാസ് റെഡി ഫോർ യൂസ് ഓൺ 31st December 2013. 31st December 2013 യൂസ് ചെയ്യാനായിട്ട് റെഡി ആയിരുന്നിട്ടുള്ള ഒരു ഫാക്ടറി പ്രെമിസിന് വേണ്ടിയിട്ട് എ ലിമിറ്റഡിന് 25 ലക്ഷമായി. അപ്പോൾ ഇറ്റ് യൂസ്ഡ് ദ ഫണ്ട്സ് ഫ്രം വർക്കിംഗ് ക്യാപിറ്റൽ ഫെസിലിറ്റി ഗീവൺ ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ഓൺ വിച്ച് ഇൻട്രസ്റ്റ് വാസ് പേയബിൾ. വർക്കിംഗ് ക്യാപിറ്റൽ ഫെസിലിറ്റി ആണ് യൂസ് ചെയ്തത്, ഇൻട്രസ്റ്റ് അതിന് 12% പേയബിൾ ആയിരുന്നു. ഇറ്റ് വാസ് ഫൗണ്ട് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് കൺസ്ട്രക്ഷൻ ദ ആവറേജ് ബാലൻസ് ഓഫ് ലോൺ ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ഹാവ് നെവർ ഫാളൻ ബിലോ 30 lakhs. ലോണിന്റെ ആവറേജ് ബാലൻസ് 30 ലക്ഷത്തിൽ ഒരിക്കലും കുറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. 2013 ജൂലൈ തൊട്ട് ഡിസംബർ വരെയുള്ള ഓരോ ടൈമിലും എക്സ്പെൻഡിച്ചറിന്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ആ മന്ത്സ് ഒക്കെ എടുത്തെഴുതുക, ജൂലൈ തൊട്ട് ഡിസംബർ വരെയുള്ളത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് എക്സ്പെൻഡിച്ചർ, അത് നമ്മൾ എഴുതുക. സോ ജൂലൈ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മന്ത് ആണ്. അപ്പൊ ഫസ്റ്റ് മന്തിൽ യൂസ് ചെയ്യാൻ നമ്മൾ എന്തായാലും ഇൻട്രസ്റ്റ് കൊടുക്കില്ല. സോ അവിടെ ഇൻട്രസ്റ്റ് ഇല്ല. ക്യുമുലേറ്റീവ് എക്സ്പെൻഡിച്ചർ ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ ക്യുമുലേറ്റീവ് എക്സ്പെൻഡിച്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് 3 lakh തന്നെയായിരിക്കും. ഓക്കെ, ഓഗസ്റ്റിലേക്ക് വരുമ്പം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 4 lakh ആണെന്ന്. ഓഗസ്റ്റിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജൂലൈയിൽ ആ ഒരു അസറ്റ് നമ്മൾ ഫുൾ ആയിട്ട് യൂസ് ചെയ്തു, അതിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾ ഓഗസ്റ്റിൽ കൊടുക്കേണ്ട വന്നത്. അപ്പൊ ഓഗസ്റ്റിലെ ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, 3 lakh ഇൻറ്റു ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് 12% ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 12% ഇൻറ്റു 1 month ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ജൂലൈ ഓഗസ്റ്റ് ആയാലും ഓഗസ്റ്റ് സെപ്റ്റംബർ ആയാലും എല്ലാം 1 monthന്റെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പം ഇൻറ്റു 1/12 ചെയ്യുമ്പോൾ നമുക്ക് 3000 കിട്ടും. ആ 3000 നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് എഴുതി. ദെൻ ക്യുമുലേറ്റീവ് എക്സ്പെൻഡിച്ചർ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണുന്നത്, ഈ 3 lakh പ്ലസ് 4 lakh പ്ലസ് ഈ 3000 കൂടെ ചേരുമ്പോൾ നമുക്ക് എത്ര വരും, 7,03,000. ഓക്കെ, സെപ്റ്റംബറിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ 6 lakh ആണ് എക്സ്പെൻഡിച്ചർ എന്ന് തന്നിട്ടുണ്ട്. സെപ്റ്റംബറിൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണുന്നത്, ഈ 7,03,000 വെച്ച് കാണണം. ഓക്കെ, 7,03,000 ഇൻറ്റു 12% ഇൻറ്റു 1/12. അപ്പൊ നമുക്ക് 7,030 കിട്ടും. കണ്ടോ, 7,030. ഓക്കെ, ഇനി ക്യുമുലേറ്റീവ് എക്സ്പെൻഡിച്ചർ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണുന്നത്, 7,03,000 പ്ലസ് 6 lakh പ്ലസ് 7,030. അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ കിട്ടും, 30,10,030 വരും. അപ്പൊ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അങ്ങനെ ക്യുമുലേറ്റീവ് എക്സ്പെൻഡിച്ചർ ഇൻട്രസ്റ്റിന്റെ ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന ഫിഗർ, അതായത് 25,63,775 ആയിരിക്കും നമ്മുടെ ക്വാളിഫയിങ് അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ക്ലിയർ ആയില്ലേ? ഇത് നമുക്ക് ഇലസ്ട്രേഷൻ 10 നോക്കണം. അതായത് എം ലിമിറ്റഡിന് ബാങ്കിൽ നിന്ന് ഒരു ലോൺ കിട്ടി, 50 ലക്ഷം രൂപയുടെ ലോണാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്ന് അയാൾ എന്ത് ചെയ്തു, കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് 20 ലക്ഷത്തിന് ഷെഡ് കൺസ്ട്രക്ട് ചെയ്തു, 15 ലക്ഷത്തിന് മെഷീനറി പർച്ചേസ് ചെയ്തു, വർക്കിംഗ് ക്യാപിറ്റൽ 10 ലക്ഷത്തിനുണ്ട്. അഡ്വാൻസ് ഫോർ പർച്ചേസ് ഓഫ് ട്രക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 5 ലക്ഷമാണ്. ഓക്കെ, ഇൻ മാർച്ച് 2013 കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് വാസ് കംപ്ലീറ്റഡ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾഡ്. ഡെലിവറി ഓഫ് ട്രക്ക് വാസ് നോട്ട് റിസീവ്ഡ്. ട്രക്കിന്റെ ഡെലിവറി എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ റിസീവ് ചെയ്തിട്ടില്ല. ടോട്ടൽ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ ബാങ്ക് ഫോർ ദ ഇയർ എൻഡിംഗ് 31st March 2013 എന്ന് പറയുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 9 lakh ആണെന്ന്. ഷോ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് അണ്ടർ AS 16. ഇപ്പൊ AS 16 എന്ന് പറയുമ്പോൾ നമ്മൾ ബോറോയിങ് കോസ്റ്റിൽ എന്താ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്,
ഓക്കെ, ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിഫയിങ് അസറ്റ് ആണോ നോൺ ക്വാളിഫയിങ് അസറ്റ് ആണോ എന്ന് നോക്കുക. ക്വാളിഫയിങ് അസറ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ്, ഒരു ഷെഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ വർഷം എന്തായാലും എടുക്കും, കുറെ സമയം എടുക്കും. സോ അത് ക്വാളിഫയിങ് അസറ്റ് ആണ്. ഇത് മൂന്നും എന്തല്ല, ക്വാളിഫയിങ് അസറ്റ് അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസറിലേക്ക് പോകുമ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ഷെഡ് മാത്രമാണ് ക്വാളിഫയിങ് അസറ്റ്. അപ്പൊ ക്വാളിഫയിങ് അസറ്റിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ബാക്കി മൂന്നെണ്ണത്തിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ, ക്വാളിഫയിങ് അസറ്റിന് മൊത്തം 20 ലക്ഷമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. മൊത്തം നമ്മൾ 20 ലക്ഷമാണ് ക്വാളിഫയിങ് അസറ്റിന് യൂസ് ചെയ്യുന്നത്. ഈ 20 ലക്ഷവും 15 ലക്ഷവും 10 ലക്ഷവും 5 ലക്ഷവും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ 50 ലാഖിനാണ് കൺസ്ട്രക്ഷൻ നമ്മൾ നടത്തിയിരിക്കുന്നത് അല്ലെ. ലോൺ 50 ലാക്സിനാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പ്രപ്പോർഷൻ എടുക്കുക. ഷെഡിന്റെ പ്രപ്പോർഷൻ എത്ര വരും, 20 ലക്ഷം ഡിവൈഡഡ് ബൈ 50 ലക്ഷം. ഇനി നമുക്ക് ടോട്ടൽ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുണ്ട്, ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ 9 ലാക്ക് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ വരിക, 9 ലാക്ക് ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 50 അല്ലെ. 9 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 50. അപ്പൊ നമുക്ക് 3,60,000 എന്ന് വരും. അതാണ് 3.60. ബാക്കി എല്ലാത്തിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെയാ കാണുക. ഓക്കെ, ഇവിടെ നമ്മൾ സെയിം 20യുടെ കണ്ടതുപോലെ തന്നെ 15 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 9 അടുത്തതിന്റെ കിട്ടും. അതിന്റെ അടുത്തതിന്റെ എങ്ങനെ വരിക, 10 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 9. അടുത്തതിലോ 5 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 9. കണ്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് ഈ ബോറോയിങ് കോസ്റ്റിൻ്റെത്. നമ്മൾ ആകെ നോക്കേണ്ടത് ക്വാളിഫയിങ് അസറ്റ് ആണോ നോൺ ക്വാളിഫയിങ് അസറ്റ് ആണോ. ക്വാളിഫയിങ് അസറ്റ് ആണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റിനെ നമ്മൾ നേരെ ക്യാപിറ്റലൈസ് ചെയ്യും. അല്ലാത്തതിന്റെ ഇൻട്രസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ പ്രപ്പോർഷനേറ്റ് ബേസിസിലായിരിക്കും. നെക്സ്റ്റ് ഇലസ്ട്രേഷൻ 11 നോക്കിയേ. എം ലിമിറ്റഡ് ഹാസ് ഒബ്റ്റെയിൻഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലോൺ ഓഫ് 680 lakhs for modernization and renovation of its plant and machinery acquired under the modernization scheme and installation completed on 31st of March 2013 amounted to 520 lakhs. അതായത് 680 ലക്ഷത്തിന് ലോൺ എടുത്തു. മെഷീനും അതിന്റെ ഇൻസ്റ്റാളേഷനും ഒക്കെ ആയിട്ട് 520 ലക്ഷമായി. സോ മെഷീൻ ഓക്കെ നോക്കാം. 30 lakhs എന്ന് പറയുന്നത് സപ്ലയറിന് അഡ്വാൻസ് കൊടുത്തു. ആൻഡ് ബാലൻസ് 130 lakh നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്, വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ടോട്ടൽ ഇൻട്രസ്റ്റ് പെയ്ഡ് ഫോർ ദ എബവ് ലോൺ എമൗണ്ടഡ് ടു 68 lakhs. ടോട്ടൽ ഇൻട്രസ്റ്റ് നമുക്ക് 68 ലക്ഷം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 520 ലക്ഷം യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടിയിട്ട് നമ്മൾ 520 ലക്ഷം യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ 31st March 2013 അതിന്റെ ഇൻസ്റ്റാളേഷൻ എന്ത് ചെയ്യുന്നത്, ഏകദേശം കംപ്ലീറ്റ് ആവുന്നത്. സോ അതെന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു ക്വാളിഫൈഡ് അസറ്റ് ആണ്. ക്വാളിഫൈഡ് അസറ്റ് ആയതുകൊണ്ട് അല്ലെ തന്നെ അതിനുള്ള 520 ലക്ഷം എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം. ഓക്കെ, ആ 520 lakhsനെ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. അഡ്വാൻസ് ടു സപ്ലൈസ് എന്ന് പറയുന്ന ഈ 30 lakhും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു 130 lakhും എന്താ സംഭവം, അവയെ നമുക്ക് ക്വാളിഫയിങ് അസറ്റ് അല്ല, അത് നോൺ ക്വാളിഫയിങ് അസറ്റ് ആണ്. സോ നമുക്ക് അതിനെയും അതിന്റെ ഇൻട്രസ്റ്റിനെയും കൂടെ കൂട്ടി നമ്മൾ P&L അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, എങ്ങനെ നമുക്ക് കാണാം, 520 ലക്ഷം ഡിവൈഡഡ് ബൈ 680 ലക്ഷം ഇൻറ്റു ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ, 68. സോ എങ്ങനെ വരും, 68 ഇൻറ്റു 520 ഡിവൈഡഡ് ബൈ 680 ലക്ഷം എന്ന് വരും. അടുത്തതിൽ എങ്ങനെയാ തന്നെ 68 ലക്ഷം ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 680. ഓക്കെ, അടുത്തതിൽ എങ്ങനെയാ വരിക, 68 ഇൻറ്റു 130 ഡിവൈഡഡ് ബൈ 680. അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ 52ഉം അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻട്രസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. ആ 52ഉം പിന്നെ ആ 520 ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ നമ്മൾ എങ്ങോട്ടേക്ക് ചാർജ് ചെയ്യണം, നമ്മളത് ക്യാപിറ്റലൈസ് ചെയ്യണം. ബാലൻസ് ഉള്ള എമൗണ്ടും ഇൻട്രസ്റ്റും നമ്മൾ എന്ത് ചെയ്യണം, P&L അക്കൗണ്ടിൽ കാണിക്കണം. ഓക്കെ, ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് ഈ സാധാരണ നമ്മൾ അഡ്വാൻസ് ടു സപ്ലയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ക്യാപിറ്റലൈസ് ചെയ്യുവാണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അഡ്വാൻസ് ടു സപ്ലയർ ഫോർ അഡീഷണൽ അസറ്റ്സ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ അഡീഷണൽ അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് ആവാം, അല്ലാണ്ട് സാധാരണ ഗുഡ്സോ അങ്ങനെ എന്ത് കാര്യവും ആവാം. അപ്പൊ ഇവിടെ അഡീഷണൽ അസറ്റിനെ ഇവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാല് ക്യാപിറ്റൽ നേച്ചറിലാണെന്ന് ട്രീറ്റ് ചെയ്ത് അതിനെ വർക്ക് ഇൻ പ്രോഗ്രസിലേക്ക് മാറ്റി, അതായത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസിലേക്ക് മാറ്റി അതിനെ അങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്തേക്കുവാണ് ഇവർ ഈ ക്വസ്റ്റിനിൽ ചെയ്തേക്കണേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ 520 ലാഖും പ്ലസ് ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ 30 ലാഖും അതിന്റെ ഇൻട്രസ്റ്റും രണ്ടും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യും. ഈ വർക്കിംഗ് ക്യാപിറ്റൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത അതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു.
ഇനി ഇലസ്ട്രേഷൻ 12 നോട്ട്സ് ടു അക്കൗണ്ട് ഓഫ് എം ലിമിറ്റഡ് ഫോർ ദ ഇയർ 2012-13 ഇൻക്ലൂഡ് interest on bridge loan from bank and financial institution and on debentures specially obtained for the company's fertilizer project amounting to 1,80,80,000 has been capitalized during the year, which include approximately 1,70,33,465 capitalized in respect of loan utilization and debenture money for the said purpose. 1,80,80,000 നിന്ന് നമ്മൾ യൂട്ടിലൈസേഷൻ ഓഫ് ലോണിന് വേണ്ടിയിട്ട് 1,70,33,465 മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. സോ അത് എവിഡന്റ് ആണ്. ഈ എമൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്യാപിറ്റലൈസ് ചെയ്താൽ മതി. ഇതിൽ നിന്നും 1,80,80,000 നിന്ന് ഈ 1,70,33,465 കുറച്ചിട്ടുള്ള എമൗണ്ട് ഓക്കെ എങ്ങനെ വരും, 10,46,535. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, P&L അക്കൗണ്ടിലേക്ക് കാണിക്കണം. ഓക്കെ, അതാണ് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതിയേക്കുന്നത്. അത് മാത്രം എഴുതി നമുക്ക് മാർക്ക് കിട്ടില്ല. വി ഹാവ് ടു റൈറ്റ് ഓൾ ദിസ്. ഒരു ക്വാളിഫയിങ് അസറ്റ് ആണെങ്കിൽ അതിന്റെ ആ ഒരു കോസ്റ്റ് ഓഫ് ദ അസറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റലൈസ് ചെയ്യും. അല്ലാത്ത പക്ഷെ നമ്മളത് P&L അക്കൗണ്ടിലേക്ക് കാണിക്കും. എന്താ ക്വാളിഫയിങ് അസറ്റ്? കോസ്റ്റ് ദാറ്റ് ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ടു ദ അക്വിസിഷൻ, കൺസ്ട്രക്ഷനോ പ്രൊഡക്ഷനിലേക്ക് നമുക്ക് ഡയറക്ട്ലി അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് ഇലസ്ട്രേഷൻ 13 നോക്കാം. G Limited purchased machinery from P Limited on 30th September 2012. The price was 370.44 lakhs after charging 8% sales tax and giving a trade discount of 2% on the quoted price. Transport charges were 0.25% on the quoted price and installation charges came to 1% on the quoted price. A loan of 300 lakhs were taken from the bank on which interest at 15% per annum was to be paid. Expenditure incurred on the trial one was materials 35,000, wages 25,000, overhead 15,000. Machinery was ready for use on 1st December 2012. However, it was actually put to use only on 1st May 2013. Find out the cost of the machine and suggest. Okay. ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മെഷീനറി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 370.44 lakhs ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ 370.44 lakh എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ട്രേഡ് ഡിസ്കൗണ്ടും സെയിൽസ് ടാക്സും ഒക്കെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ഇതിനൊക്കെ മുമ്പേ ഉള്ള എമൗണ്ടിലേക്ക് മാറ്റണം. അപ്പൊ 370.44 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അപ്പൊ ഇത് എത്രയിലാണ്, 98-ലായിരിക്കും. ഓക്കെ, കാരണം എന്താണ്, 2% ആണ് നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 100 - 2 98-ലായിരിക്കും. നമ്മൾ അതിന് 100-ലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് 378 കിട്ടും. ഈ 378 എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിൽസ് ടാക്സും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പൊ അതെന്ന് പറയുന്നത് 8% ആണ് നമുക്ക് സെയിൽസ് ടാക്സ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. അപ്പൊ അത് 100 + 8 108-ലാണ് നമ്മൾ 100-ലേക്ക് ആക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 350 lakhs വരും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. അതായത് നമുക്ക് ഫസ്റ്റ് ഈ ഒരു എമൗണ്ടിൽ നിന്ന് ട്രേഡ് ഡിസ്കൗണ്ട് കുറയ്ക്കണം അല്ലെ. ട്രേഡ് ഡിസ്കൗണ്ട് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഈ 350 lakhന്റെ 2% കാണുക. അപ്പൊ നമുക്ക് 7,000 വരും. ഇതിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 3,43,000 കിട്ടും. ഇനി നമ്മൾ ഇതിന്റെ ഒപ്പം എന്ത് ചെയ്യണം, സെയിൽസ് ടാക്സ് ആഡ് ചെയ്യണം. സെയിൽസ് ടാക്സ് ആഡ് ചെയ്യേണ്ട ഈ 343 lakhന്റെയാണ്. 343 lakh into 8% ചെയ്യുമ്പോൾ 27.44 lakh വരും. നമ്മൾ അത് ആഡ് ചെയ്യുമ്പോൾ 370.44 കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ 0.25% ട്രാൻസ്പോർട്ട് ചാർജസ് ആണെന്നും 1% ഇൻസ്റ്റാളേഷൻ ചാർജസ് ആണെന്നും തന്നിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഗ്രോസ് വാല്യൂ, അതായത് 350 lakhൽ നിന്നാണ് കാണേണ്ടത്. അപ്പൊ 350യുടെ 0.25% 0.875, 350യുടെ 1% 3,500. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 374.815 കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ 35,000 ആണ്, വേജസ് 25,000 ആണ്, ഓവർഹെഡ് എന്ന് പറയുന്നത് 15,000 ആണെന്ന്. അപ്പൊ അതിനെല്ലാം ലാക്സിലേക്ക് ആക്കുമ്പോൾ എങ്ങനെ വരും, 0.35, 0.25, 0.15 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 0.750 വരും. അത് കൂടാണ്ട് ക്വസ്റ്റ്യനിൽ 15% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, 15% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ബോറോയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ 300 lakhsനാണ് 15% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കണ്ടോ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലോൺ നമ്മൾ 300 lakhsന് വേണ്ടിയിട്ടുള്ള ലോൺ ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, 300 lakhന് 15% 2 months എന്ന് പറയാൻ കാരണം നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 30th
സെപ്റ്റംബർ 2012 ഓക്കെ 30th സെപ്റ്റംബർ 2012 തൊട്ടിട്ട് മെഷീൻ റെഡി ഫോർ യൂസ് എന്നാ അയക്കണേ ഫസ്റ്റ് ഡിസംബർ 2012 വരെയാണ് അയക്കണേ. അപ്പോൾ സെപ്റ്റംബറിലില്ല, ഒക്ടോബർ നവംബർ എന്ന് പറയുന്നത് 2 മാസം മാത്രമല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഡിസംബർ 1 അല്ലേ, അപ്പൊ ഡിസംബർ എന്ന് പറയുന്ന മന്ത് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഒക്ടോബറും നവംബറും അങ്ങനെ 2 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര വരും? 7.5 ലാക്ക് വരും. എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 383.065 എന്ന് കിട്ടും. ഇനി ബാലൻസ് ഉള്ള ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതായത് 300 ലക്ഷത്തിന് എത്ര ശതമാനം? 15%. എത്ര മാസത്തേക്ക്? നമുക്ക് റെഡി ടു യൂസ് ആയത് ഫസ്റ്റ് ഡിസംബർ 2012 അല്ലെ, പക്ഷെ ആക്ച്വലി എപ്പോഴാ പുട്ട് യൂസ് ചെയ്തത്? ഫസ്റ്റ് മെയിലാണ്. അപ്പൊ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെയുള്ള ആ 5 മാസം അല്ലെ, ആ 5 മാസത്തെ ഇൻട്രസ്റ്റ്, അതായത് ഫസ്റ്റ് ഡിസംബർ 2012 തൊട്ടിട്ട് ഫസ്റ്റ് മെയ് 2013 വരെയുള്ള 5 മാസം 300 × 15 300 lakh × 15% × 5 / 12. അപ്പൊ നമുക്ക് 18.75 ലാക്ക് കിട്ടും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റാത്തതോടെ നമ്മൾ അതിന് എന്ത് ചെയ്യും? P&L അക്കൗണ്ടിലേക്കാണ് കാണിക്കുന്നത്. ഓക്കെ, ഇലസ്ട്രേഷൻ 14 നോക്കാം. ഈ ഇലസ്ട്രേഷൻ 14 നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതി എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. കമ്പ്യൂട്ട് വെയ്റ്റഡ് ആവറേജ് ബോറോയിങ് കോസ്റ്റ് ഓഫ് സെറ ലിമിറ്റഡ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഓൾസോ കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് കോസ്റ്റ് ടു ബി ക്യാപിറ്റലൈസ്ഡ്. ഓക്കെ, നമുക്ക് ബോറോയിങ്സ് തന്നിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബോറോയിങ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബോറോയിങ്സും ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട്. ഓക്കെ, എന്തിലാണ് ബോറോയിങ്സ് എന്നാണ് ഇവിടെ തന്നേക്കുന്നത്? ബോറോയിങ്ങിന്റെ എമൗണ്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്ങും തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്വാളിഫയിങ് അസറ്റ് ഇൻ വിച്ച് ദീസ് ഫണ്ട്സ് ആർ യൂട്ടിലൈസ്ഡ്. ഫാക്ടറി ഷെഡ്, പ്ലാന്റ് എ, പ്ലാന്റ് ബി, എത്ര എമൗണ്ട്, എത്ര മാസം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതിനൊന്നും ഒരു ലോജിക്ക് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ ഞാൻ പറയാം അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. ആദ്യമേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഓക്കെ, ഇവിടെ 1000 രൂപ അല്ലെ, ഇത് നമുക്ക് എന്നാ വന്നേക്കുന്നത്? ഫസ്റ്റ് മെയ് 2013 വന്നേക്കുന്നത്. ഓക്കെ, ഈ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 31 മാർച്ച് 2015 കാൽക്കുലേഷൻ കാണാനാണ്. അപ്പൊ നമ്മളൊരു ലോൺ 13-14 എടുത്താൽ ആ ലോൺ 14-15 ഉണ്ടല്ലോ. അപ്പൊ 14-15 അത് ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്താ ചെയ്യണേ? 1000 ഇൻറ്റു ലോണിന്റെ പെർസെന്റേജ് എത്രയാണെന്നാ പറഞ്ഞേക്കുന്നത്? സോറി, പെർസെന്റേജ് അല്ല, 1000 ഇൻറ്റു എത്ര മാസമാണെന്ന് മാത്രം നമ്മൾ അപ്പോർഷൻ ചെയ്താൽ മതി. അപ്പൊ 1000 ഇൻറ്റു ഇത് 12 മാസം നമ്മൾ യൂസ് ചെയ്യും ഇൻറ്റു 12/12. അപ്പൊ നമുക്ക് എത്ര തന്നെ കിട്ടും? 1000 തന്നെ കിട്ടും. രണ്ടാമത്തെ കേസിൽ ഡിബഞ്ചേഴ്സിൽ വരുമ്പം 2000 അല്ലെ, 2000 ഇൻറ്റു ഇത് നമുക്ക് എന്ന് തൊട്ടാ? ഒക്ടോബർ തൊട്ടിട്ടാണ് അല്ലെ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസം നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ 2000 ഇൻറ്റു 6/12 എന്ന് വരും. അപ്പൊ 2000 ഇൻറ്റു 6/12 ചെയ്യുമ്പോൾ നമുക്ക് 1000 കിട്ടും. ഓക്കെ, ഇനി എന്താണ് അടുത്ത? 3000. അത് ഫസ്റ്റ് ജൂലൈ തൊട്ടിട്ടാണ്. അപ്പൊ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 9 മാസം അല്ലെ. അപ്പൊ 3000 ഇൻറ്റു 9/12 എന്ന് വരും. 3000 ഇൻറ്റു 9/12 ചെയ്യുമ്പോൾ നമുക്ക് 2250 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ 3 സംഖ്യ 1000, 2250, 1000 ഇത് 3 കൂടെ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 4250 കിട്ടും. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് കാണണം. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ഇല്ല, ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 640 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കാണാൻ 640 ഡിവൈഡഡ് ബൈ എത്രയാണ് ഇപ്പൊ കിട്ടിയ സംഖ്യ? 4250. ആ പെർസെന്റേജിലേക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യാം. അപ്പൊ 15.06% ആണ്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. 2500, 1500, 1000. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? 2500 ഇൻറ്റു നമ്മൾ പെർസെന്റേജ് ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 15.06% ഇൻറ്റു എത്ര മാസം? 12/12. അടുത്തതിൽ 1500 ഇൻറ്റു 15.06% ഇൻറ്റു 9/12. അടുത്തതിൽ 1000 ഇൻറ്റു 15.06% ഇൻറ്റു 7/12. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 376.5, 169.425, 87.85 കിട്ടും. ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 633.775 സംതിങ് കിട്ടും. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.